കൃഷ്ണേന്ദു, ഇന്നലെ നമ്മൾ പരിശോധിച്ച ഒരു വാർത്തയായിരുന്നു. എന്താണ്, സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്ത് മന്ത്രി OJ ജനീഷിൻ്റെ ഒരു മിന്നൽ പരിശോധന അല്ലേ? അതുപോലെ തന്നെ ഇന്ന് തുളസിയുടെ ഒരു മിന്നൽ പരിശോധന നടത്തിയിട്ടുണ്ട് ST, അതായത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രിയായ തുളസി എറണാകുളം ഫോർഷോർ റോഡിലുള്ള ട്രൈബൽ കോംപ്ലക്സിലും പട്ടികജാതി വികസന വകുപ്പിൻ്റെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലൊക്കെ ഒരു മിന്നൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രിമാരൊക്കെ കൂടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണല്ലേ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അതെ, എന്തായാലും മിന്നൽ പരിശോധന എന്ന് പറയുന്നത് മുൻകൂട്ടി ആരെയും അറിയിക്കാതെ നടത്തുന്ന പരിശോധന. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന സമയത്ത് നേരിട്ട് അവിടുത്തെ വാസ്തവം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു സംവിധാനം എങ്ങനെയാണ് യഥാക്രമം പോകുന്നത്, ഇപ്പം നിലവിലെ സ്ഥിതി എന്താണെന്നുള്ളത് മിന്നൽ പരിശോധനയോടെ മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസത്തെ വാർത്ത നോക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർ സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പക്ഷേ മന്ത്രി ഹോസ്റ്റൽ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ കുട്ടികളുടെ ക്ഷേമമൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ സംവിധാനം. അവരുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ITA അതുപോലെ ഡിപ്ലോമ കോഴ്സുകൾക്കും പോളിടെക്നിക് ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്താകെ ഈ ഹോസ്റ്റൽ സംവിധാനമുണ്ട്. പക്ഷേ പല ഹോസ്റ്റലുകൾക്കും അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇല്ലാത്ത പല ഹോസ്റ്റലുകളുമുണ്ട്. അപ്പോൾ അത് നേരിട്ട് മനസ്സിലാക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനായിട്ട് തുളസിക്ക് എന്തായാലും സാധിക്കും. എന്തെങ്കിലും ബേസിക് അമ്യൂണിറ്റീസിൻ്റെ ആവശ്യമുണ്ടോ, അവരുടെ താമസിക്കുന്ന കുട്ടികളൊക്കെ തന്നെയും ഓക്കെയാണോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ പരിശോധന ഉൾപ്പെടെ മന്ത്രി ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടല്ല മന്ത്രി ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഇതിൽ 2 മാസത്തിനിടെ വിവിധ ജില്ലകളിലെ ഹോസ്റ്റൽ സൗകര്യങ്ങളും പട്ടികജാതി പട്ടികവർഗ ഓഫീസുകളിലൊക്കെ തന്നെയും മന്ത്രി മിന്നൽ പരിശോധന മന്ത്രി എന്താണ് സ്ഥാനമേറ്റത് മുതൽ വളരെ കാര്യക്ഷമമായാണ് അല്ലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 മാസമായി വിവിധ ഇടങ്ങളിലുള്ള സ്ഥാപനങ്ങളൊക്കെ പരിശോധിക്കുകയും വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച ഒരു വിഭാഗം എന്തെന്ന് വെച്ചാൽ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും അവർ കൂടുതൽ ശ്രദ്ധിച്ചില്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മന്ത്രി വരുമ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു ജനങ്ങൾക്ക്. അത് സ്ഥാനമേറ്റപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു മന്ത്രിസഭയ്ക്കെങ്കിലും അവരെ നമ്മുടെ കൂടെ കൂട്ടാൻ സാധിക്കട്ടെ എന്ന്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവ് വശമാണല്ലേ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായി ഇത് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ മറ്റ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഇവർക്ക് വേണ്ടിയിട്ടൊരു മന്ത്രി അത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ മന്ത്രിസഭയിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇതിൽ എത്ര ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ തുടർന്ന് ഉപരിപഠനത്തിന് പോകുന്നുണ്ട്. അവർ പലപ്പോഴും പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് പൈസ ബുദ്ധിമുട്ടുള്ളത്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ. ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അവയർനെസ്സിൻ്റെ ഒരു കുറവുണ്ട്. ശരിക്കും അവരവരുടേതായ പരമ്പരാഗത രീതി തുടർന്നു പോകുന്നു. വളരെ ചുരുക്കം പേര് മാത്രമേ മുന്നോട്ടേക്ക് വരുന്നുള്ളൂ. ഇന്നും പല കോളേജുകളിലായാലും മറ്റും SC/ST വിഭാഗം അല്ലെങ്കിൽ ST വിഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ റിസർവേഷനിൽ ആളുകൾ വരുന്നില്ല. കാരണം എന്താണ്, അവർക്ക് ആ ഒരു ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ കുടുംബങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഉപരിപഠനത്തിന് അത് പറഞ്ഞു വിടാനുള്ള ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് കുറവ് കാരണം ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ട്. നമ്മുടെ പല ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും അവയർനെസ്സിനൊരു വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. എത്രത്തോളം ഉപരിപഠനത്തിന് പോയി കഴിഞ്ഞാൽ സാമ്പത്തിക സഹായം ലഭിക്കും, ഏതൊക്കെ സോഴ്സ് ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ നല്ല അവബോധമില്ലായ്മ കുട്ടികൾക്കിടയിലുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ പുറത്ത് പഠിക്കാൻ വരുന്ന സമയത്താണെങ്കിൽ പോലും പല ലൂപ്പ് ഹോൾസ് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, അതും ഈ പഠനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതായത് കൃത്യമായി ഫണ്ട് കൈമാറ്റം ചെയ്യാത്തൊരു സ്ഥിതി,
ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഈ വിഭാഗങ്ങളിൽ ഉള്ളത് ഒരു വസ്തുതയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മന്ത്രിയുടെ ഈ പരിശോധന ഇന്നലെ ട്രൈബൽ കോംപ്ലക്സിലെ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ പരമ്പരാഗത തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്കായുള്ള പ്രദർശന വിൽപ്പന കേന്ദ്രമായ കൈതോലം ഹെറിറ്റേജ് ഷോപ്പ്, അതുപോലെ അട്ടപ്പാടി ഫാമിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി, ട്രൈബ്സ് ഇന്ത്യ എന്നിവയും കൂടെ മന്ത്രി സന്ദർശിക്കുകയുണ്ടായി. കൂടാതെ മന്ത്രി വിവിധ ഗോത്ര ഉപകരണങ്ങൾ, വർഗ ഉൽപ്പന്നങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നൊരു സ്ഥിതി കൂടെ ഉണ്ടായി. ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടെ മന്ത്രി ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വിപണിയിൽ എത്തിച്ച് വിപണി വിപുലീകരിക്കുന്നതിനെ കുറിച്ചിട്ടുമുള്ള ചർച്ച മന്ത്രി നടത്തുകയുണ്ടായി. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഇന്നലെ മന്ത്രിയുടെ ഒരു മിന്നൽ പരിശോധന ഗുണകരമായിട്ടുള്ളത്, പകരം അവർക്ക് സാമ്പത്തികമായിട്ടും കൂടെ സഹായം കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കറിയാം എത്ര പൈതൃകമാർന്നിട്ടുള്ളൊരു വസ്തുക്കളാണ് അവർ നിർമ്മിക്കുന്നത് എന്നുള്ളത്, അല്ലേ? പലപ്പോഴും കൈകൊണ്ട് നാച്ചുറൽ ഉൽപ്പന്നങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ് പലതും. ഇവരുടെ ഒരു കഴിവ് അത് പലപ്പോഴും പൊതുസമൂഹത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ പല സ്ഥലങ്ങളിലും ഒക്കെ ട്രൈബൽ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞു വിൽക്കുന്നത് എത്രത്തോളം യഥാർത്ഥ ട്രൂ പ്രൊഡക്ട്സ് ആണ് എന്നുള്ളത്, അതിൽ ഇടനിലക്കാരെയും ഉൾപ്പെടുത്തി അവർക്ക് കിട്ടുന്ന ഒരു ലാഭം വെറും തുച്ഛമായിട്ടുള്ള ഒരു വിലയായി മാറാറുണ്ട്. ഇതിനൊക്കെ ഒരു തടയിടുക, അതായത് നേരിട്ട് ഈ ട്രൈബൽ പ്രൊഡക്ട്സ് വിപണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടാതെ മന്ത്രി ഇന്നലെ അവിടെ ട്രൈബൽ കോംപ്ലക്സ് ഒക്കെ സന്ദർശിക്കുക. അവിടെ ഒരുപാട് മുറികളൊക്കെ ഒഴിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായി വിനിയോഗിക്കാനുള്ള പദ്ധതികളും, കൂടാതെ അവിടെ വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിച്ചു എന്നുള്ളത് ഒരു വലിയ മെറിറ്റാണ്. അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരു മന്ത്രി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷപൂർവമായ ഒരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ സെമിനാർ ഹാളും ഡോർമെറ്ററിയും ഒക്കെ വെറുതെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളുടെ അപര്യാപ്തതാണ്. അപ്പോൾ ബാക്കി ആദിവാസി കുട്ടികളൊക്കെ എവിടെ എന്നുള്ളൊരു ചോദ്യമാണ്. പലരും ഒരു 10ാം ക്ലാസ് വരെയൊക്കെ കഷ്ടിച്ച് പഠിച്ചേക്കാം, അത് കഴിഞ്ഞ് അച്ഛനും അമ്മയുടെ ഒപ്പം തൊഴിലിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ വളരെ ചുരുക്കം ആളുകൾ ആദിവാസി മേഖലയിൽ വരുന്നവർ ഉപരിപഠനം നേടിക്കൊണ്ട് നമുക്കറിയാം IAS IPS തലപ്പത്തേക്കൊക്കെ തന്നെയും ഈ വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ചുരുക്കമായിട്ടത് മാറുന്നു. അപ്പോൾ ബാക്കി കുട്ടികൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? ഈ പറയുന്നത് പോലെ അവയർനെസ്സിന് ഒരു വലിയ കുറവുണ്ട്. പക്ഷേ ഇവരെ നേരിട്ടൊന്ന് മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം കൂടെ സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മൾ സർക്കാരിന് മുന്നാകെ വയ്ക്കുന്നൊരു കാര്യം കൂടെയാണ് നേരിട്ട് വിദ്യാർത്ഥികളെ മോണിറ്റർ ചെയ്യുക. ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നേരിട്ട് ഒരു ലൂപ്പ് ഹോൾസും ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ കൃഷ്ണൻ ഇത് പറയുകയാണെങ്കിൽ, ഞാനൊക്കെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നേ ഒക്കെ ആയിരുന്നു ST വിഭാഗക്കാർക്ക് സ്കോളർഷിപ്പ് ലഭിക്കാൻ വളരെ ഡിലേ ആയിരുന്നു. അതായത് ആ സമയത്ത് അത് അവർക്ക് മുന്നോട്ട് വരാൻ അതിനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ല എന്നാണോ അറിയില്ല. കാരണം ഒടുവിൽ TC വാങ്ങേണ്ട ഒരു സമയത്ത് ഇവർക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല, അത് സർക്കാരിൽ നിന്ന് നേരിട്ട് പോകുന്നതാണ്. അപ്പോൾ ഒടുവിൽ TC വാങ്ങാൻ പോകുമ്പോഴാണ് ഇവർ ഇക്കാര്യം അറിയുന്നത്, ഇത്രയും ഫണ്ട് ഇവർക്ക് ലഭിച്ചിട്ടില്ല. അത് 3 വർഷത്തോളമുള്ള ആ ഫണ്ട്, അതായത് 3 വർഷത്തെ ഡിഗ്രി പഠന കാലയളവിൽ ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പറയുന്നത് 10-15,000 രൂപയോളം കെട്ടിവെച്ച TC തരാം. അപ്പോൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരാവുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാരണമായിരിക്കാം ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക ഇനിയൊരു മന്ത്രിസഭയിലെങ്കിലും ഇവരെ പരിഗണിക്കുക എന്നത്. അപ്പോൾ ഇതുപോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ഇതുപോലെ ഫണ്ടൊക്കെ കിട്ടാതിരിക്കുമ്പോൾ ഇത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും SC/ST വിഭാഗം കുട്ടികളെ കൂടുതൽ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ. ഇത്തരത്തിൽ മിന്നൽ പരിശോധന പെട്ടെന്ന് തുടങ്ങി അവസാനിപ്പിക്കാൻ പാടുള്ളതല്ല. ഇടയ്ക്കിടെ 5 വർഷം പൂർത്തിയാകുന്നത് വരെ മന്ത്രിക്ക് അത് ചെയ്യാൻ തന്നെ സാധിക്കണം എന്നുള്ളതാണ്. കൃത്യമായി ഉദ്യോഗസ്ഥർ എങ്ങനെ തൊഴിലെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മോണിറ്റർ സംവിധാനം വരുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും അതുപോലെ ട്രൈബൽസിൻ്റെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് മന്ത്രിക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.